എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു എക്സസൈസാണ്. വരുന്ന യൂണിവേഴ്സിറ്റി LGS അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് അതൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെയിലി ടെസ്റ്റാണിത്. ആദ്യത്തെ ചോദ്യം, ബാഡ് എന്ന AI ചാറ്റ് ബോട്ട് ഏത് കമ്പനിയുടേതാണ്? ബാഡ് എന്ന AI ചാറ്റ് ബോട്ട് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏത് കമ്പനിയുടേതാണ് ഈ ബാഡ് എന്ന് പറഞ്ഞ AI ചാറ്റ് ബോട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് എന്നാണ് ചോദ്യം. 2, ട്രെഡ്സ് എന്ന പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു സെക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മാനുഫാക്ചറിങ് ഉണ്ട്, MSME ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏവിയേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേ സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ട്രെഡ്സ് എന്ന പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. 3, ഈഗിൾ 44 എന്നത് ഏത് രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ്? ഈഗിൾ 44 എന്നത് ഏത് രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ്? ഈഗിൾ 44 എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എയർഫോഴ്സ് ബേസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടാണ്. അത് ഏത് രാജ്യമാണ്? 4, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെ? ഈ 3 ദിവസം മുമ്പാണ് ആ ന്യൂസ് ഉണ്ടായിരുന്നത്. ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെ? 5, തേജസ്വിൻ ശങ്കർ ഏത് സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? തേജസ്വിൻ ശങ്കർ. 6, ഏത് ഓർഗനൈസേഷനാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തത്? സൈബർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചലഞ്ച് പോലെ ലോഞ്ച് ചെയ്തിരുന്നു. ഏത് ഓർഗനൈസേഷനാണ് ഇത് ലോഞ്ച് ചെയ്തത്? സൈബർ ചലഞ്ച്. 7, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം ഏതാണ്? ഏറ്റവും വലുത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ആണെന്നറിയാം. ഏറ്റവും ചെറുത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8, രാജ്യ പ്രജാ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് ഏത് വർഷമാണെന്നാണ് 8ാമത്തെ ചോദ്യം. 9, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. സൈമൺ കമ്മീഷൻ ഏത് വർഷമാണെന്നല്ല, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. 10, പ്രസൻറ്റ് ഡയറി എന്ന പുസ്തകം എഴുതിയതാര്? പ്രസൻറ്റ് ഡയറി. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തേത്, ബാഡ് എന്ന AI ചാറ്റ് ബോട്ട് ഏത് കമ്പനിയുടേതാണ്? ബാഡ് എന്ന ചാറ്റ് ബോട്ട്? ഗൂഗിളാണ്. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ബാഡ്. അത് ഗൂഗിളിൻ്റെയാണ്. ട്രെഡ്സ് എന്ന പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ട്രെഡ്സ് എന്ന പ്ലാറ്റ്ഫോം ഇത് MSME എന്ന് കേട്ടിട്ടില്ലേ? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഇതുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ട്രെഡ്സ്. ഈഗിൾ 44, OGAB 44 എന്നത് ഏത് രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ്? അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ് ഇറാനാണ്. ഇറാൻ്റെയാണിത്. 4, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ കർണാടകയാണ്. ബാംഗ്ലൂരല്ല, കർണാടകയാണ്. സ്ഥലം തുംകൂരുമാണ് ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത്. തേജസ്വിൻ ശങ്കർ ഏത് സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടാണ്? തേജസ്വിൻ ശങ്കർ ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടാണ്. ഹൈ ജമ്പ്. ഏത് ഓർഗനൈസേഷനാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തത്? സൈബർ ചലഞ്ച് ഏത് സംഘടനയാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തത്? ക്വാഡ് കേട്ടില്ലേ? ക്വാഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം ഏതാണ്? ഏറ്റവും വലുത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഏറ്റവും ചെറുത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1927 ആണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ്? 1928 ഫെബ്രുവരി 3 1928. 10, പ്രസൻറ്റ് ഡയറി എന്ന പുസ്തകം എഴുതിയതാര്? പ്രസൻറ്റ് ഡയറി ജയപ്രകാശ് നാരായൺ. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. കമ്പാരിറ്റീവ്ലി ഈസി തന്നെയായിരുന്നു. കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 7 ഇന്നത്തെ കട്ട് ഓഫ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.